തൊടുപുഴ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസവും തിരുവോണ നാളിൽ നടക്കുന്ന അതിവിശേഷമായ വഴിപാടാണ് തിരുവോണ സാധാരണയായിട്ട് തിരുവോണ നടത്തുന്നത് സൽസന്താന ലബ്ധിക്കും കുട്ടികളുടെയൊക്കെ ബാലപീഡകൾ മാറാനും അവരെ ഈശ്വരാഭിമുഖ്യമുള്ളവരായിട്ട് വളരാനും അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അവർ ശോഭിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ തിരുവോണ നടത്താറുള്ളത്. അതിൻ്റെ ഐതിഹ്യപ്രകാരമാണ് ദ്വാപരയുഗത്തിൽ അശ്വിനി ദേവന്മാരുടെ പുത്രനായ നകുലൻ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ച ശേഷം ആദ്യമായിട്ട് ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച് നിവേദ്യം നൽകിയത് ഒരു തിരുവോണ നാളിലായിരുന്നു അത്രേ. അങ്ങനെ ഭഗവാന്റെ ആദ്യത്തെ തിരുവോണ നടന്നു. പ്രതിഷ്ഠ നടത്തിയ നകുലന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നകുലനെ അനുഗ്രഹിച്ചു. വർഷങ്ങൾക്കിപ്പുറം ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുംകൂർ രാജാവിന് സന്തതികളില്ലാത്തതിനാൽ ഏറെ ദുഃഖിതനായിരുന്നു. അങ്ങനെ തൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുംകൂർ രാജാവിന് സ്വപ്നദർശനം നൽകി ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട വഴിപാടായി തിരുവോണ നടത്താൻ അരുളി ചെയ്തു. അങ്ങനെ തിരുവോണ നടത്തിയ രാജാവിൻ്റെ ദുരിതങ്ങൾ അകറ്റിയ ഭഗവാൻ രാജാവിന് സൽസന്തതികളെ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ഇടുവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസവും തിരുവോണ നാളിൽ ഈ തിരുവോണ നടത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആഗ്രഹ സാഫല്യത്തിനും രോഗദുരിതങ്ങൾ ഒഴിയാനും ഒക്കെ ഇപ്പോൾ ഭക്തജനങ്ങൾ ഈ വഴിപാട് നടത്തി വരാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ തൊടുപുഴ ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ അദ്ഭുത കൃഷ്ണനെന്നും ഔഷധ കൃഷ്ണനെന്നും ഒക്കെയാണ് വിളിക്കാറുള്ളത്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എന്തു സാധ്യമാക്കി തരുന്ന ഭഗവാനാണ് ഇവിടെ കുടികൊള്ളണത്.